2 ദിവസത്തെ വെയിലിന് ശേഷം ഇന്ന് ഈവനിങ്ങിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ വേഗം ഞാൻ മുകളിൽ പോയിട്ട് ഒരു 3-4 മുരിങ്ങക്കായ അങ്ങോട്ട് പറിച്ച് നന്നായി ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. എൻ്റെ സൗണ്ട് ഇങ്ങനെയാണെന്നല്ലേ, മഴ താഴെ വീണപ്പോഴേക്കും എൻ്റെ സൗണ്ടൊക്കെ പോയി നല്ല ചുമയായിട്ടിരിക്കുക. അപ്പം നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ആ പിശറൊക്കെ എടുത്ത് മാറ്റുന്നത്, അതിൻ്റെ ആ ചണ്ടിയിൽ ഞാരൊക്കെ എടുത്ത് മാറ്റുന്നത്. അരിപ്പയിൽ അരിച്ചാൽ ഒട്ടും ഫൈബർ ഇല്ലാതെ നമുക്ക് കിട്ടും. അതുപോലെ കുരുവും അതുപോലെ നമ്മുടെ കാമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ അരിപ്പയിൽ അരിക്കാതെ കൈ വെച്ചിട്ട് എടുത്തത്. പിന്നെ അതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കണേ കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം കേട്ടോ. അതൊരു ഫ്ലേവറിന് നല്ലതാണ്. പിന്നെ അതിലേക്ക് നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ആ സൂപ്പിലേക്ക് നമ്മൾ ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നൂല് പോലെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ ഈ കുടിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ സൂപ്പിലിങ്ങനെ ഫ്ലോട്ടിങ് പോലെ ഇങ്ങനെ കിടക്കും ഈ സൂപ്പ്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ പച്ചമുളക് എരിവിന്, ഇതെല്ലാം ചെറുതായി എരിഞ്ഞൊന്ന് വാട്ടിയെടുക്കുക. മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മുടെ സൂപ്പിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങ സൂപ്പാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല ഇത് മുരിങ്ങ സൂപ്പാന്ന്. കാരണം അത്രയും നല്ല ടേസ്റ്റാണ്. മുരിങ്ങയുടെ ഒരു പ്രത്യേക കുത്തൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് സോയ സോസ് ചേർത്തു കേട്ടോ. അത് വേണമെന്ന് വെച്ചാൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പം ഞാനിന്ന് എല്ലാവർക്കും ഇവിടെ ഈവനിങ്ങിൽ മുരിങ്ങക്കായ സൂപ്പും പിന്നെ ഞാനും ഹസ്ബൻഡും കഴിച്ചത് അതിൻ്റെ കൂടെ പുഴുങ്ങിയ ഏത്തപ്പഴമാണ് കേട്ടോ. ഞങ്ങളുടെ ഡിന്നർ ഇതായിരുന്നു. നല്ല ഈ ചൂട്ടോട് കൂടിയിട്ട് ഈ മഴയുടെ സമയത്ത് കുടിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റും തൊണ്ടയ്ക്ക് നല്ല സുഖമാണ്.